രണ്ട് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ. അവർ സാധാ പെൺകുട്ടികളല്ല, സൈക്കോ കില്ലേഴ്സ് ആണ്. ആ രണ്ട് സൈക്കോ കില്ലേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ ആ നാടിനെ മുഴുവൻ വിറപ്പിക്കും. എങ്ങനെ? അതുമല്ല, വേറൊരു കില്ലറിനെ കൂടെ ഇവർ പിടിച്ചു വെക്കും, അതും ഒരു സീരിയൽ കില്ലറിനെ. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നത്? ഈ പെൺകുട്ടികൾക്ക് പിന്നീട് എന്ത് പറ്റി കാണും? ഇവർ എത്ര പേരെ കൊന്നു കാണും? അതുപോലെ തന്നെ നാടിന് നടിക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഇവർ മറ്റാരെയല്ലേ കൊല്ലുന്നത്, ഇവരുടെ കൂടെ തന്നെയുള്ള കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൊല്ലുന്നത്. എങ്ങനെയാണ് ഇവർ കൊല്ലാൻ പോകുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ദ ട്രാജഡി ഗേൾസ് എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, ഹൈപ്പ് ചെയ്താൽ അത്രയും ഉപകാരം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കാർ ഒതുക്കിയിട്ടിട്ടുണ്ട്. ആ കാറിന്റെ അകത്ത് രണ്ട് ആൾക്കാരുണ്ട്. അതിലുള്ള ആ പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. ഹീറോയിന്റെ പേര് സാഡി എന്നാണ്. നമുക്ക് സാഡി എന്ന് തന്നെ പറയാം. സാഡിയുടെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അവര് തമ്മിൽ കിസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കും. സാഡി പതിയെ ജനലിൽ തുളച്ച് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. വീണ്ടും വന്ന് അവൻ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയും, പുറത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് വാ, നീ ഒരു ആൺകുട്ടിയല്ലേ എന്ന്. ഇത് കേൾക്കുമ്പോൾ അവൻ ഈഗോ ഹർട്ടാവും. ഞാനൊരു ആൺകുട്ടിയല്ലേ, എന്നാ പിന്നെ ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങും. അപ്പോഴും അവന് നല്ല പേടിയുണ്ട്, കാരണം പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ കാറിന്റെ ലൈറ്റ് ഒക്കെ ഓണാക്കി ഫ്രണ്ടിലോട്ട് ചെന്ന് നോക്കും. എന്നാൽ ഒന്നും കാണാനില്ല. ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്ത് വലിയ ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യൻ, അതൊരു കില്ലറാണ്, ഒറ്റ വെട്ടാണ് അവന്റെ തലയിൽ. അതും എന്തോ വടിവാള് പോലത്തെ സംഭവം. അവന്റെ തല രണ്ടായിട്ട് പിളർന്നു പോയിട്ടുണ്ട്. ഇത് കാണുന്ന ആ പെൺകുട്ടി, നമ്മുടെ ഹീറോയിൻ അതായത് സാഡി, കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടും. എന്നാൽ ഈ കില്ലർ വിടത്തില്ല, പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് ചെല്ലുകയാണ്. പക്ഷേ ഈ കില്ലറിന് ഒരു കാര്യം അറിയത്തില്ല, സാഡി മറ്റാരുമല്ല, അവളൊരു സൈക്കോ കില്ലറാണ്. പോകുന്ന വഴിക്ക് തന്നെ കില്ലർ എന്തോ ഒരു സാധനത്തിനകത്ത് കഴുത്ത് മുറുകിയിട്ട് തറയിൽ വീഴും. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് നടക്കുന്നത്. സാഡിക്ക് വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇവര് മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടാണ് ഈ സീരിയൽ കില്ലറിനെ പിടിച്ചേക്കുന്നത്. അതും ഒരു വയർ കെട്ടി വെച്ചിട്ട് ആ വയറിനകത്ത് വന്ന് കയറിയിട്ടാണ് ഈ സീരിയൽ കില്ലർ തറയിൽ വീണേക്കുന്നത്. അയാൾ അവിടെ കിടന്ന് പെടയുന്നുണ്ട്. ആ നേരം സാഡിയും അവളുടെ കൂട്ടുകാരികളും വരും. ഇവർ രണ്ടൊരു സൈക്കോ കില്ലേഴ്സ് ആണല്ലോ. അതുമല്ല, അവരുടെ ഷോക്ക് അടിപ്പിക്കുന്ന എന്തൊരു മെഷീൻ ഉണ്ട്, അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് കൊണ്ടുവന്ന് അയാൾ ഇട്ടങ്ങ് അടുപ്പിക്കുകയാണ്. അയാൾ തറയിൽ കിടന്ന് വിറച്ചു പോകുന്നുണ്ട്, ആര്? സീരിയൽ കില്ലർ. പിന്നീട് ഈ സീരിയൽ കില്ലറിനെയും അതുപോലെ തന്നെ ആദ്യം കണ്ട ആ പയ്യനില്ലേ, ഉമ്മ കൊടുത്ത പയ്യൻ, അവനെയും തൂക്കി പിടിച്ചോണ്ട് ഇവരൊരു സ്ഥലത്ത് വരും. ഒരു ഒളിത്താവളം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വന്നിട്ട് ഈ സീരിയൽ കില്ലറിനോട് ഉപദേശങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെയാണ് കൊല്ലുന്നത്, ഞങ്ങളെ കൂടെ പഠിപ്പിച്ചതാ, ഞങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇയാൾ കിടന്ന് കുറെ തെറി പറയും, നിന്നെയൊക്കെ ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയം നേരത്തെ തലയ്ക്ക് വെട്ടേറ്റ ആ പയ്യനില്ലേ, ആ പയ്യന് ബോധം ഉണ്ടാവും, മരിച്ചിട്ടില്ല. അവൻ വിളിച്ചിട്ട് പറയും ആംബുലൻസിനെ വിളിക്കാനായിട്ട്. സാഡി പതിയെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ആംബുലൻസിനെ വിളിക്കാന്ന് പറയും. എന്നാൽ അവന് ബോധമൊന്നുമില്ല കണ്ണ് തുറന്ന് നോക്കാനായിട്ട്. എവള് ചതിച്ചതാണെന്നൊന്നും അവനെ അറിയത്തില്ല, എവളൊരു സൈക്കോ കില്ലർ ആണെന്ന് അവനെ അറിയത്തില്ല. സാഡി പതിയെ എന്തോ ഒരു തുണി എടുത്ത് അവന്റെ വായിൽ കുത്തി കയറ്റി മൂക്കും അമക്കി അവനെ കൊന്നു കളയാണ്. പിന്നീട് എന്താ നടക്കുക, ഈ കൊന്ന പയ്യന്റെ ബോഡി ഉണ്ടല്ലോ, അവനെ വെട്ടി മടക്കി കളയാണ്. പല പീസുകളാക്കി വെട്ടി മാറ്റുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഇവരൊക്കെ സൈക്കോ കില്ലേഴ്സ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട്. മറ്റേ ആള്, അതായത് സീരിയൽ കില്ലർ, ഇതൊക്കെ കണ്ട് അവിടെ ഇരിപ്പുണ്ട്. സീരിയൽ കില്ലർ ഇതൊന്നും നോക്കുന്നത് കൂട്ടുകാരിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി അയാളെയും വലിച്ചുകൊണ്ട് വേറൊരു റൂമിലോട്ട് കൊണ്ടുപോകും, അവിടെ പൂട്ടി വെക്കാനായിട്ട്. ഇതിനുശേഷം കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കൂട്ടുകാരി ആദ്യം തന്നെ വീട്ടിൽ പോകും. അവളുടെ വീട്ടിൽ കാണിക്കുവാണെങ്കിൽ അവൾക്ക് ഒരു അച്ഛനും ഒരമ്മയും ഉണ്ട്. ആ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല കേട്ടോ ഇവളൊരു സൈക്കോ കില്ലർ ആണെന്ന്. അതുപോലെ തന്നെ സാഡി വീട്ടിൽ വരുമ്പോൾ അവളുടെ അച്ഛൻ മാത്രമേ വീട്ടിലുള്ളൂ. അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചു പോയതാണെന്ന് തോന്നുന്നു. അമ്മയുടെ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഇവരുടെ ഫാമിലിക്കൊന്നും അറിയത്തില്ല ഒരു സൈക്കോ കില്ലേഴ്സ് ആണെന്ന്. എന്നാൽ രണ്ട് കൂട്ടുകാരികൾക്കും അറിയാം അവരൊരു സൈക്കോ കില്ലേഴ്സ് ആണെന്ന്. അവരതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്, ആൾക്കാരെ കൊന്നിട്ട്. പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടെ സ്കൂളിൽ വരും. സ്കൂളിൽ വന്നിട്ട് ഓരോ കുട്ടികളോടും ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ആൾക്കാർ കൊല്ലുന്നത്, ഈ നാട്ടിൽ ഇപ്പം നടക്കുന്നത് സാധാരണ ഒരു സംഭവമല്ല, ആരൊക്കെയോ കൊല്ലുന്നതാണ്. ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെയാണ് കാണാതെ പോയിരിക്കുന്നത്. അവനേതോ സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോയി കൊന്നെന്നാണ് ഇവര് പറഞ്ഞു പരത്തുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവർ കുട്ടികളായതുകൊണ്ട് തന്നെ ചെറിയൊരു വിശ്വാസമുണ്ട്. പിന്നീട് അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ അങ്ങോട്ട് പോലീസൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ ഒരു ഷെരീഫാണ്. ആ ഷെരീഫ് വന്നിട്ട് ബാക്കിയുള്ള കുട്ടികളോട് പറയും പേടിക്കാനൊന്നുമില്ല, അത് സാധാരണ ആ പയ്യൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണെന്ന്. പക്ഷേ ആ പയ്യനെ തട്ടിക്കൊണ്ടുപോയത് ഈ പെൺപിള്ളാരാണ്, അതാർക്കും അറിയത്തില്ല. ഇപ്പൊ ഈ ഷെരീഫ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അവൻ ഓടിപ്പോയതൊന്നുമല്ല, അവൻ ആരോ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെന്ന് അങ്ങ് എണീറ്റ് നിന്ന് പറയും. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ബാക്കിയുള്ള കുട്ടികളോട് പേടിച്ചു പോകത്തില്ലേ? അതുകൊണ്ട് തന്നെ ടീച്ചർ ഈ രണ്ട് പെൺകുട്ടികളെ വഴക്ക് പറയും. പിന്നീട് ഷെരീഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ടീച്ചർ അവരെ പൊതുവെ വഴക്ക് പറയുന്നുണ്ട്, കാരണം ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പരത്താൻ പാടില്ല. ഇവർക്കേ അറിയത്തുള്ളൂ ഇവരെ ആ പയ്യനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എന്ന്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അവർ വിചാരിച്ചിരിക്കുന്ന ആ പയ്യൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നാണ്. അത്ര മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ടീച്ചർ രണ്ട് പെൺപിള്ളാരെയും വഴക്ക് പറയും. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവർ ഷെൽഫിന്റെ അവിടെ വരുമ്പോൾ കൂട്ടുകാരി സാഡിയുടെ അടുത്ത് ചോദിക്കും, നിന്നോട് ക്രഷ് ഉള്ള ഒരു പയ്യനുണ്ടല്ലോ എന്ന്. ഏത് പയ്യനാന്ന് മനസ്സിലായോ? നേരത്തെ നമ്മൾ കണ്ട ആ ഷെരീഫില്ലേ, ആ ഷെരീഫിന്റെ മോനാണ് ഇവരുടെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ആ
ആ പയ്യന് സാഡിയോട് ക്രഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്ന വീഡിയോകളൊക്കെ അവനാണ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കൊലപാതകത്തിന്റെ വീഡിയോ ഒന്നുമല്ല, ഇവർക്ക് ചെറിയൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ പയ്യനാണ്. ആ പയ്യനെ ഈ പെൺകുട്ടി യൂസ് ചെയ്യുന്നതാണ്. അവന് ഈ പെൺകുട്ടിയോട് നല്ല ക്രഷ് ഉണ്ട്, എന്നാൽ അവൾക്ക് തിരിച്ചൊന്നുമില്ല. പക്ഷെ അവനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. കൂട്ടുകാരി അവനെ കൊന്നു കളയട്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. കാരണം അവൻ നല്ല കഴിവുള്ള പയ്യനാണ്. അവനെ കൊന്നു കളഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആരുമില്ല. അവൻ ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് സാഡിക്ക് വേണ്ടിയിട്ട്, അവളെ ഇഷ്ടമായതുകൊണ്ട് തന്നെ. ഇപ്പൊ പയ്യൻ സാഡിനെയും കൂട്ടുകാരിനെയും വിളിച്ചിരുത്തി അവൻ എഡിറ്റ് ചെയ്ത വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അവർക്കത് ഇഷ്ടപ്പെടും. പിന്നീട് സാഡിയും കൂട്ടുകാരും കൂടെ പോകാൻ നിൽക്കുമ്പോൾ അവൻ സാഡിനെ വിളിച്ചിട്ടൊന്ന് പുറത്തോട്ട് കറങ്ങാൻ പോയാലെന്ന് ചോദിക്കും. പക്ഷെ അവൾക്ക് താല്പര്യമില്ല. ഇന്ന് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവും. ഇവനങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. കാരണം അവന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവളെ പുറത്തോട്ട് വിളിച്ചത്. പക്ഷേ ഇവർ രണ്ടുപേരും സൈക്കോ കില്ലേഴ്സ് ആണെന്ന് അവൻ അറിയത്തില്ല. ഇവ അറിഞ്ഞ ഓടി രക്ഷപ്പെടും. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു കടയിൽ വന്നിരുന്ന് ജ്യൂസ് കുടിക്കുകയാണ്. അതുമല്ല, നേരത്തെ ഒരു സീരിയൽ കില്ലറിനെ പിടിച്ച് പൂട്ടി വെച്ചിട്ടില്ലേ, ആ കില്ലറിനെ ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടി വെച്ചേക്കാണ്, ഒരു റൂമിൽ, ആരും ഇല്ലാത്തൊരു സ്ഥലത്തുള്ള ഒരു റൂമിൽ. അയാള് അവിടെ നിന്ന് എണീറ്റ് രക്ഷപ്പെട്ടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നിരീക്ഷിക്കുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പെൺപിള്ളേരുടെ ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യും. അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ചിയർ ഗേൾസ് ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവം. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇതിന്റെ ക്യാപ്റ്റൻ വരും. ക്യാപ്റ്റൻ വന്നിട്ട് പറയും ഇങ്ങനത്തെ ഷൂ ഒന്നും ഇട്ട് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല എന്ന്. കാരണം കൂട്ടുകാരി ഒരു പ്രത്യേകതരം ഷൂ ആണ് ഇട്ടേക്കുന്നത്. അങ്ങനത്തെ ഷൂ ഒന്നും ഇട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വഴക്ക് പറഞ്ഞിട്ട് പോകും, ഇതൊന്നും ഇടാൻ പാടില്ല എന്ന്. എന്നാൽ അവർ പോയതിനു ശേഷമാണ് ഈ കൂട്ടുകാരിയുടെ തനി നിറം പുറത്തു വരുന്നത്. അവളെ ഞാൻ കൊല്ലും, അവളെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അവള് തറയിൽ കിടക്കുന്ന ആ ഒരു ചിയർ ഗേൾസ് കളിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ചവിട്ടി നശിപ്പിച്ചിട്ട് അവിടെ നടന്നു പോവാണ്. എന്നാൽ ആരും ഇത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവർക്കാർക്കും അറിയത്തില്ലല്ലോ ഒരു സൈക്കോ കില്ലേഴ്സ് ആണെന്ന്. അടുത്തത് ആരാന്ന് മനസ്സിലായില്ലേ, ആ ഒരു പെൺകുട്ടിയാണ്. ക്യാപ്റ്റനാണ് അടുത്ത ഏര. കാരണം ഈ പെൺകുട്ടികൾക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനത്തെ ഷൂ എന്നിട്ട് ഡാൻസ് കളിക്കില്ലെന്നേ. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഈ കൂട്ടുകാരിയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ പോയി കാണും. അവനാണെങ്കിൽ ഒരു കാട്ടുകോഴിയാണ്. എല്ലാ പെൺകുട്ടികളെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് കൂട്ടുകാരിയും അതുപോലെ തന്നെ സാഡിയും ചെല്ലും. രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബാക്കിയുള്ള പെൺകുട്ടികൾ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കൂട്ടുകാരി അവനോട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവനോട് സംസാരിക്കുമ്പോൾ അവളെല്ലാം മറന്നു പോകുന്നുണ്ട്. ഇതെല്ലാം സാഡി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സംസാരിച്ചു കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നിട്ട് സാഡി ഒരു പ്ലാൻ ഇടും എക്സ് ബോയ് ഫ്രണ്ടിനെ തട്ടാനായിട്ട്. അതും കൂട്ടുകാരിയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ. കൂട്ടുകാരി സാധാരണ ഒരു പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ, അവള് സമ്മതിക്കും. അത് അടിപൊളിയായിരിക്കും. എന്നാ പിന്നെ നമുക്ക് തട്ടാന്നാണ് പറയുന്നത്. അന്ന് വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ ഒളിത്താവളത്തിൽ വരും. അവിടെ വന്നിട്ട് പ്ലാൻ ഉണ്ടാക്കുകയാണ്. അവൻ വൈകുന്നേരം ബൈക്ക് ഓടിക്കാൻ പോവാറുണ്ട്. അപ്പൊ ആ സമയം അവനെ കടത്തിയാൽ മതി, അല്ലെങ്കിൽ അവിടെ ഇട്ട് കൊന്നാൽ മതി. അതാണ് അവരുടെ പ്ലാൻ. അതുപോലെ മറ്റേ സൈക്കോ കില്ലറിനെ അവിടെ വെച്ചിട്ടുണ്ട്, അതും കെട്ടി വെച്ചിട്ടുണ്ട്. അയാൾ നിലവിളിക്കുന്നുണ്ട് അഴിച്ചുവിട്, ഞാൻ വെറുതെ പൊക്കോട്ടെന്ന്. എന്നാൽ ഇവർ കേൾക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് ബൈക്കൊക്കെ റെഡിയാക്കുകയാണ്. ആ സമയം അവന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. വിളിച്ചത് മറ്റാരുമല്ല, കൂട്ടുകാരി തന്നെയാണ്. എന്നിട്ട് കൂട്ടുകാരിയുടെ ആയിപ്പ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. എന്തായാലും ഒരു ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ മനുഷ്യൻ അയക്കത്തില്ലേ, അതുപോലൊരു ആയിപ്പ് മാത്രം. പെട്ടെന്ന് തന്നെ അവന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് കൂടെ വരും, ഒരു ഫോട്ടോ മെസ്സേജ്. എടുത്തു നോക്കുമ്പോൾ ചോര പുരണ്ട കുറച്ച് തുണികളുടെ ഫോട്ടോയാണ്. അതും കൂട്ടുകാരിയുടെ ഡ്രസ്സാണ്. ഇത് കാണുന്ന അവൻ ടെൻഷനായി പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ വേറൊരു ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അവള് തൊട്ട് സൈഡിൽ തന്നെ കാർ ഒതുക്കി ചുമ്മാ ഫോൺ വിളിച്ച് അഭിനയിച്ചതാണ്. പിന്നീട് എന്തായാലും അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ചെയ്യുന്നതാന്ന് വിചാരിച്ചിട്ട് ബൈക്ക് എടുത്ത് ഓടിച്ചു പോകും. രാത്രി സമയമായിട്ടുണ്ട്. അങ്ങനെ അവൻ ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നിലായിട്ട് ഒരു കാർ ഇട്ട് ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. അവൻ കയറി പോകാനായിട്ട് സ്ഥലം കൊടുത്തിട്ടും ആ കാർ കയറി പോകുന്നില്ല. പകരം വീണ്ടും വീണ്ടും ഹോൺ അടിക്കുകയാണ്. അവൻ നിവർത്തികേട് കൊണ്ട് ബൈക്കിന്റെ സ്പീഡ് കൂട്ടി അവിടെ നിന്ന് പോകും. എന്നാൽ പോയി പെട്ടെന്ന് തന്നെ ഒരു മുള്ളുവേലി ഫ്രണ്ടിലോട്ട് എടുത്ത് എറിയാണ്. അതിനകത്ത് ചെന്ന് കയറിയിട്ട് അവന്റെ ബൈക്ക് മറിയും. അത് എറിഞ്ഞത് മറ്റാരുമല്ല, സാഡി തന്നെയാണ്. സാഡിയുടെയും അതുപോലെ തന്നെ കൂട്ടുകാരിയുടെയും പ്ലാൻ ആയിരുന്നു. കാർ ഓടിച്ചത് കൂട്ടുകാരിയായിരുന്നു. ഇപ്പൊ അവനാണെങ്കിൽ അവിടെ തളർന്ന് കാലൊക്കെ മടങ്ങി ഒടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ രണ്ടുപേരും കൂടെ അവന്റെ അടുത്തോട് ചെല്ലും. എന്നിട്ട് അവന്റെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കാനായിട്ട് നോക്കുകയാണ്. സാഡിയാണ് അവന്റെ നെഞ്ചത്ത് കുത്തിയിറക്കാനായിട്ട് നോക്കുന്നത്. എന്നാലും നടക്കുന്നില്ല, എല്ലിലാണ് പോയി കൊത്തുന്നത്. എന്നാ പിന്നെ ഞാൻ കുത്തിയിറക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി കത്തി വാങ്ങിച്ചിട്ട് അവന്റെ നെഞ്ചത്ത് കുത്തിയിറക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ ആരോ അങ്ങോട്ട് വന്നിട്ടുണ്ട് കാറുമായിട്ട്. ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് വന്ന ആൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പോയി അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാന്ന് പറഞ്ഞ് സാഡി അവിടെ നിന്ന് പോകും. സാഡി അയാളെ പോയി കാണുകയാണ്. അയാളോട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ടയർ മാറ്റിക്കോളാം എന്നൊക്കെ പറയും. അയാളും എവള് പിന്നെ മാറ്റുമെന്ന് വിചാരിച്ച് പോവാണ്. ഈ സമയം കൂട്ടുകാരിയെ കാണിക്കുകയാണെങ്കിൽ കൂട്ടുകാരിയോട് എക്സ് ബോയ് ഫ്രണ്ട് പറയും, നിന്റെ കൈ കൊണ്ട് മരിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളെന്ന്. ഇത് പറയുമ്പോൾ അവൾക്ക് റൊമാൻസ് തോന്നുകയാണ്, അവന് റൊമാൻസ് തോന്നുകയാണ്. ഈ വയ്യാത്ത അവസ്ഥയിൽ അവന് കയറി ഉമ്മ വയ്ക്കും. സാഡി വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവർ രണ്ടുപേരും ഉമ്മ വയ്ക്കുന്നതായിട്ടാണ്. സാഡിയെ കണ്ട ഉടനെ കൂട്ടുകാരി ഇതൊക്കെ മാറ്റി വയ്ക്കും. അവനെ കുത്തി കൊന്നതിന് ശേഷം അവർ രണ്ടുപേരും ഉടന്ന് പോവാണ്. ആരും കണ്ടിട്ടില്ല അവരൊരു മനുഷ്യനെ കൊന്ന കാര്യം. ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ നാടിനെ നടുക്കണം, എന്തെങ്കിലും ഒരു കൊലപാതകം ചെയ്തിട്ട്. എന്നാൽ ഇപ്പം ഇത് ബൈക്ക് ആക്സിഡന്റ് പോലല്ലേ, ഇവർ കൊന്നതായിട്ട് യാതൊരു തെളിവുമില്ല. എങ്ങനെയൊക്കെ മറിഞ്ഞു നിന്ന് ദേഹത്ത് കുറെ മുറിവ് പറ്റി, അങ്ങനെ
വരത്തുള്ളൂ. ആരും കൊന്നതാണ് അല്ലെങ്കിൽ സീരിയൽ കില്ലർ ഇറങ്ങിയതാണെന്നൊന്നും ആരും പറയില്ല. അവർക്ക് അത് പറഞ്ഞിട്ട് നാടിനെ നടുക്കണം. അതാണ് അവരുടെ പ്ലാൻ. പിറ്റേ ദിവസം രണ്ടുപേരും കൂടെ സ്കൂളിൽ വരും. സ്കൂളിൽ വരുമ്പോൾ അവിടെ ഇന്റർവ്യൂ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എങ്ങനെ പോകണം, സൂക്ഷിച്ചു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് സാഡിയും കൂട്ടുകാരിയും കൂടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ വേണം, ഇത് സീരിയൽ കില്ലർ ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പോ പിള്ളേരെ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാതെ, നിങ്ങൾക്കൊന്നും ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടും. ബാക്കിയുള്ള ആൾക്കാരൊന്നും വിശ്വസിച്ചിട്ടില്ല ഇത് സീരിയൽ കില്ലർ ആണ് ചെയ്യുന്നതെന്ന്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ ആക്സിഡന്റ് ആണ്, ചില കുട്ടികൾ കാണാതെ പോകുന്നത് അവർ വീട് വിട്ട് ഓടി പോകുന്നതാണെന്നാണ്. എന്നാൽ സത്യം ആർക്കും അറിയത്തില്ല, ഇവർക്ക് മാത്രമേ അറിയാവൂ അത് ചെയ്യുന്നത് മറ്റാരുമില്ല, അവര് തന്നെയാണ്. അറിയാലോ. പിന്നീട് അവർ രണ്ടുപേരും കൂടെ സ്കൂളിന്റെ അകത്ത് കയറി വരും. അവിടെ തന്നെ ആ പയ്യൻ നിപ്പുണ്ട്. ആര്? ഷെരീഫിന്റെ മോൻ, നമുക്ക് ജോർദാൻ എന്ന് പറയാം. അപ്പം വന്ന് സാഡിയോടും കൂട്ടുകാരിയോടും പറയും, എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കുന്നില്ല, എന്നോട് ജോലി ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തരണ്ടെന്ന്. പക്ഷെ ഞാൻ അച്ഛനോട് പോകാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കത്തോളെന്ന്. അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞിട്ടും ഇവൻ ഈ സാഡിയോടുള്ള ക്രഷ് കാരണം അവളുടെ കൂടെ നിന്ന് ജോലി ചെയ്യാനാണ് അവൻ താല്പര്യപ്പെടുന്നത്. എന്തായാലും പിന്നീട് സാഡിയും കൂട്ടുകാരിയും കൂടെ ഒരു ക്ലാസ് മീറ്റിംഗിൽ പോകും. കാരണം ഇത്രയും മരണങ്ങളൊക്കെ സംഭവിച്ചു, അപ്പോൾ ഒരു പ്രോം ഡേറ്റ് വേണമെന്നാണ് ചോദിക്കുന്നത്. അതായത് അവസാനം ഒരു ഫെയർവെല്ല് പോലില്ലേ, അതുപോലെ തന്നെ. അതിനകത്ത് തന്നെ മറ്റേ ക്യാപ്റ്റനും ഉണ്ട്. ക്യാപ്റ്റൻ പറയുന്നത് നമുക്ക് ഫെയർവെല്ല് നടത്തണ്ട, പകരം പൈസ എടുത്തിട്ട് മരിച്ചുപോയ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നാണ്. പക്ഷെ സാഡിക്കും കൂട്ടുകാരിക്കും അത് ഇഷ്ടപ്പെടത്തില്ല. മരിച്ചുപോയവരൊക്കെ മരിച്ചുപോയി, നമുക്ക് ആഘോഷിക്കാമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കുട്ടികളും ഇത് ഡൊണേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം അവരൊക്കെ മനസ്സാക്ഷിയുള്ള മനുഷ്യരാണ്. ഇവർ രണ്ടുപേരേ ഉള്ളൂ ഫീലിങ്സ് ഇല്ലാത്ത മൃഗങ്ങളായിട്ടുള്ള മനുഷ്യർ. പിന്നെ ക്യാപ്റ്റൻ പറയുന്നതാണ് ബാക്കിയുള്ള കുട്ടികളെല്ലാരും കേൾക്കുന്നത്. ഇത് കാണുമ്പോൾ രണ്ടുപേർക്കും നല്ല രീതിയിൽ അസൂയ വരുന്നുണ്ട്. ആർക്കൊക്കെ? സാഡിക്കും കൂട്ടുകാരിക്കും. പിന്നീട് സാഡിയും കൂട്ടുകാരിയും കൂടെ ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ തന്നെ ഈ ക്യാപ്റ്റന്റെ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു കുട്ടി മോഡൽ ലൈബ്രറി പോലെ. ഇത് കണ്ടു നിൽക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞില്ല. ഇവർ രണ്ടുപേരും ഇത് തറയെ തട്ടിയിട്ട് പൊട്ടിക്കും. പിന്നീട് ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ കണ്ണാടി വെച്ച കൂട്ടുകാരിയും കൂടെ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ ലൈബ്രറിയിലെ സാധനങ്ങളൊക്കെ തകർത്തിട്ടേക്കാണ്. അവളൊരു മോഡൽ ലൈബ്രറി പോലെ ആക്കിയിട്ടതായിരുന്നു, എന്നാൽ അത് നശിപ്പിച്ചു കളഞ്ഞു. അവൾ കുറെ നാളെടുത്ത് കഷ്ടപ്പെട്ടതായിരുന്നു, എന്നാൽ ഇത് കണ്ടപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. അവളും കൂട്ടുകാരിയും കൂടെ അത് തറയിലിരുന്ന് പറക്കാനായിട്ട് തുടങ്ങും. അതൊന്നും കൂടെ റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ അവർക്ക് അറിയത്തില്ല ഇത് ആരാണ് തട്ടിപ്പൊട്ടിച്ചെന്ന്. സാഡിയും കൂട്ടുകാരിയും തട്ടിപ്പൊട്ടിക്കുന്ന കാര്യം വേറെ ആരും കണ്ടിട്ടുമില്ല. അന്ന് രാത്രി ക്യാപ്റ്റനും കൂട്ടുകാരിയും കൂടെ, അതായത് കണ്ണട വെച്ച കൂട്ടുകാരിയും കൂടെ ഈ ഒരു ആർട്ട് വർക്ക് റെഡിയാക്കാണ്. റെഡിയാക്കുന്ന സമയത്ത് കണ്ണട വെച്ച കൂട്ടുകാരി അറിയാതെ എന്തൊക്കെ എടുത്ത് വെക്കുമ്പോൾ അത് പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട, നീ ഇത് നശിപ്പിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടും. എന്തായാലും ആ പെൺകുട്ടി അവിടെ നിന്ന് പോവാണ്. പിന്നീട് അവൾ അവിടെ ഒറ്റയ്ക്കാണ്. അവൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കറണ്ട് പോകും. എന്താ സംഭവം എന്ന് അറിയത്തില്ല. പതിയെ പതിയെ ആ ഇരുട്ടത്ത് നടന്നു പോവാണ്. തപ്പി തപ്പി തടഞ്ഞാണ് പോകുന്നത്. എന്തായാലും എങ്ങനെയൊക്കെ പോയി ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ മുഖംമൂടി വെച്ചൊരു രൂപം. അത് മറ്റാരല്ല, സാഡിയും കൂട്ടുകാരിയും തന്നെയാണ്. വീണ്ടും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ വേറൊരു മുഖംമൂടി വെച്ച രൂപം കൂടെ. ഇത് കണ്ട് അവൾ പേടിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആരെ പ്രാങ്ക് ചെയ്യാൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ കത്തി എടുത്ത് കാണിക്കും ഈ മുഖംമൂടി വെച്ച രണ്ട് രൂപങ്ങൾ. അവൾക്ക് മനസ്സിലായി കാര്യത്തിൽ തീരുമാനമായെന്ന്. അതുപോലെ തന്നെ ഒരു മുഖംമൂടി വെച്ച രൂപത്തിന്റെ കാലിലോട്ട് നോക്കുമ്പോൾ അതിട്ടേക്കുന്ന ഷൂ ഇവൾക്ക് പരിചയമുണ്ട്. അത് മറ്റാരും അല്ല, കൂട്ടുകാരിയുടെ ഷൂ ആണ്. ഈ ഷൂ ഇട്ടതിനല്ലേ കൂട്ടുകാരിയെ വഴക്ക് പറഞ്ഞത്. ഇത് കൂട്ടുകാരിയാണെന്ന് പറയുമ്പോൾ കൂട്ടുകാരി മുഖംമൂടി അഴിച്ച് കാണിക്കും. അതുപോലെ തന്നെ സാഡി മുഖംമൂടി അഴിച്ചിട്ട് കൂട്ടുകാരിനെ വഴക്ക് പറയും. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നേരെ ചോദ്യം വന്നൂടെ എന്ന് ചോദിച്ചിട്ട്. ഇത് കണ്ട് ഇവർക്ക് പ്രാന്താന്ന് മനസ്സിലാക്കിയ ഈ ഒരു ക്യാപ്റ്റൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ സാഡി വിടില്ല. അവളെ തട്ടിയിടാൻ നോക്കുമെങ്കിലും ക്യാപ്റ്റൻ അവളെ തട്ടിയിട്ടിട്ട് സൈഡിലോട്ട് ഓടിപ്പോവും. പക്ഷേ കൂട്ടുകാരി വിടില്ല. അവളെ പൊതിരെ തല്ലി ഫിറ്റിലോട്ട് ചേർക്കും. ഈ ചേർക്കുന്ന സമയത്ത് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിനകത്ത് അറിയാതെ പോയി തല തട്ടിയിട്ട് ഒരു ചങ്ങല അവളുടെ കാലിൽ കൊടുങ്ങും. ആ ചങ്ങല ഇങ്ങനെ മണ്ടയിലോട്ട് പൊങ്ങാൻ തുടങ്ങും. ആ സ്വിച്ച് ഞെക്കിയത് കൊണ്ടാണ് ഈ ചങ്ങല മണ്ടയിലോട്ട് പൊങ്ങുന്നത്. അതുമല്ല, വേറെ ഏതോ സ്വിച്ചൊക്കെ ഞെക്കുമ്പോൾ അവിടെ ഈ കറങ്ങുന്ന, അതായത് ഈ മുറിക്കുന്ന സാധനം ഉണ്ടല്ലോ, കറങ്ങി ബ്ലേഡ് പോലെ ആക്ട് ചെയ്യുന്ന ആ സാധനം ഓണാവും. ഇതെല്ലാം ഇവരുടെ ഫൈറ്റിന്റെ ഇടയിൽ അറിയാതെ സംഭവിച്ചാണ്. അപ്പൊ ഈ കാലിൽ ചങ്ങല കുടുങ്ങിയിട്ട് അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ആ കറങ്ങുന്നതിന്റെ അകത്ത് ചെന്ന് തല തട്ടും. അങ്ങനെ തല രണ്ടായിട്ട് പിളർന്നു പോവുകയാണ്. ഇത് കാണുമ്പോൾ രണ്ടുപേർക്കും, സാഡിക്കും കൂട്ടുകാരിക്കും വിഷമാവും. കാരണം ഇവർ കൊലപാതകം ചെയ്യാൻ വന്നിട്ട് ഇതൊരു ആക്സിഡന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. ആൾക്കാർ കാണുമ്പോൾ ആക്സിഡന്റ് ആണെന്നല്ലേ വിചാരിക്കൂ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഈ കൊന്ന മൃതദേഹത്തിനെ എടുത്തു വെച്ച് പീസായിട്ട് മുറിക്കും, ഓരോ പീസായിട്ട്. എന്നിട്ട് അതിന്റെ തല എടുത്ത് അവിടെ കറങ്ങുന്ന ഒരു മെഷീനിൽ വെക്കുകയാണ്. ഒരു മോട്ടർ പോലെ അതിന്റെ മണ്ടയിൽ വെച്ച തല ഇങ്ങനെ 360 റൊട്ടേറ്റ് ചെയ്യും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ വേസ്റ്റ് ഒക്കെ പറക്കാൻ വരുന്ന ഒരു മനുഷ്യൻ. അയാൾ ആ റൂമിലോട്ട് കയറി വരും. വേസ്റ്റ് ഒക്കെ പറക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇറങ്ങിപ്പോവാണ്. ഇയാൾ കണ്ടില്ല, ഇയാൾ പാട്ടൊക്കെ പാടി ചില്ലായിട്ട് അങ്ങ് നടന്നുപോയി. ഇയാൾ കണ്ടതുമില്ല. ഇവരിപ്പൊ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ്, എന്നാൽ പിടിക്കപ്പെട്ടില്ല. ഇവരെങ്ങനോ രക്ഷപ്പെട്ടു, കാരണം അയാൾ അത് കണ്ടില്ലല്ലോ. പിറ്റേ ദിവസം തന്നെ കണ്ണാടി വെച്ച കൂട്ടുകാരി ക്യാപ്റ്റനെ കാണാനായിട്ട് അവളുടെ ആ റൂമിൽ ചെല്ലും. ഇന്നലെ നല്ല പണിയായി കാണുമല്ലോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവളെ വെട്ടി തൂക്കി തലയൊക്കെ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യരൊന്നുമില്ല, എന്തോ ഒരു മെഷീനിൽ വെച്ചാണ് കറക്കുന്നത്. ഇത് കണ്ട് കൂട്ടുകാരിയുടെ കിളി ആകെ പോവും. അവളെ ബോധം കെട്ട് തറയിൽ വീഴും. പിന്നീട് ഇത് കോളേജ് മൊത്തം അറിഞ്ഞിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ ടീംസ്, അതായത് സാഡിയും കൂട്ടുകാരിയും ഫേമസ് ആയിട്ടുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സീരിയൽ കില്ലറിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അവർ ഇന്റർവ്യൂ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ഇവരെയൊക്കെ റിജക്ട് ചെയ്തില്ലേ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ കുട്ടികളെ ഇന്റർവ്യൂ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ സ്കൂളുകാർ ഇന്റർവ്യൂക്കാരെ ഓട്ടിച്ചു വിടും. അതുപോലെ ജോർദാൻ ആണെങ്കിൽ കൂട്ടുകാരിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. എന്തോ ഒരു എഡിറ്റിംഗിന്റെ കാര്യം പറയാനായിട്ടാണ്. അവൻ നോക്കുമ്പോൾ അവളുടെ ഷൂയിലെല്ലാം രക്തം പറ്റിയിരിപ്പുണ്ട്, എന്തോ ഒരു ചുമന്ന കളർ കറ. പക്ഷെ അവന് രക്തമാണെന്ന് മനസ്സിലായില്ല. ഇതെന്താ സംഭവം ചോദിക്കുമ്പോൾ അവനോട് അവൾ പറയാതെ പീരീഡ്സ് ആയതാണെന്ന്. എന്നാൽ അവൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇത്രയും എങ്ങനെ രക്തം വരുന്ന പീരീഡ്സിൽ? എന്നാൽ അവൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് സാഡിക്കും കൂട്ടുകാരിക്കും ഒരു സ്ഥലം വരെ പോകണം. എവിടെ? പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ. അങ്ങനെ രണ്ടുപേരും കൂടെ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ പോകും. ഇവര് നേരത്തെ സീരിയൽ കില്ലറിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ ഷെരീഫ്, പ്രിൻസിപ്പള് ഇവർ രണ്ടുപേരും കൂടെ ചോദ്യം ചെയ്യും ഈ രണ്ട് പെൺപിള്ളേരെ. എന്നാൽ ഇവർ അറിയാത്തതുപോലെ ഭാവിക്കും പിന്നെ ഭയങ്കര അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഇവർ പറഞ്ഞതൊന്നും ആദ്യം ആരും കേട്ടിട്ടില്ലല്ലോ. ഈ ഷെരീഫിനോടൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ അത് കേട്ടില്ല. നിങ്ങൾ മനുഷ്യരെ പേടിപ്പിക്കാതെ അതും ഇതും പറയാതെ സാധാ രീതിയിൽ ജീവിക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പം അവരോട് ചോദിച്ചിട്ട് വലുതായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഷെരീഫിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, കാരണം കുട്ടികളാണ് ഇങ്ങനെ പെരുമാറുന്നത്. ഇതിനുശേഷം ഒരു പ്രസംഗമാണ് ഈ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഒരു പ്രസംഗം കൊടുക്കാനായിട്ട്. അത് കൊടുക്കുന്നത് മറ്റാരുമല്ല, സാഡിയും കൂട്ടുകാരിയാണ്. അതിന്റെ ഇടയിൽ ഇവരുടെ യൂട്യൂബ് ചാനലും ബ്ലോഗും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു ഫയർ ഫൈറ്റർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മൈക്ക് വാങ്ങിച്ചിട്ട് ഒരു കാര്യം പറയും. ഒരു സീരിയൽ കില്ലറാണ് ഇത് ചെയ്യുന്നത്. ഷെരീഫ് പറയുന്നത് പോലെ ഇത് സാധാരണ മരണമൊന്നുമല്ല, ആരൊക്കെയോ സീരിയൽ കില്ലിങ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പറയും. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു പ്രസംഗം കൊടുത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ഇയാളുടെ ഭാഗം ചേർന്നിട്ടുണ്ട്. സാഡിക്കും കൂട്ടുകാരിക്കും കിട്ടേണ്ട ആ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ ഇയാൾ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയി. ഇതൊക്കെ ആയിട്ട് ടീച്ചറിന് വരെ അയാളോട് ക്രഷ് അടിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇയാളോട് ഭയങ്കര കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ സാഡിക്കും കൂട്ടുകാരിക്കും ഇതൊന്നും കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവർക്ക് കിട്ടേണ്ട കൺഗ്രാജുലേഷൻസ് ഒക്കെയാണ് ഇയാൾക്ക് കിട്ടുന്നത്. ഇയാൾ പെട്ടെന്ന് അങ്ങ് തട്ടിയെടുത്തു. അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ ഒളിത്താവളത്തിൽ വരും. അവിടെ വെച്ച് പ്ലാൻ ഇടുകയാണ് അയാളെ കൊല്ലാനായിട്ട്. എന്നാൽ ഈ കൂട്ടുകാരി അധികം ചിന്തിക്കാതെ തന്നെ അയാളെ കോടാലിക്ക് വെട്ടിക്കൊല്ലാന്നാണ് പറയുന്നത്. പക്ഷെ അയാളെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള മനുഷ്യനാണ്. കോടാലിക്കെന്ന് ഈ രണ്ട് പെമ്പിളാര് വിചാരിച്ചാൽ വെട്ടിക്കൊല്ലാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ സാഡി ക്ലോറോഫോം റെഡിയാക്കുന്നുണ്ട്. അവൾ ക്ലോറോഫോം ഒക്കെ റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. ഈ സാഡി എപ്പോഴും അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സാഡി അവിടെ നിന്ന് പോയതിനു ശേഷം അതിന്റെ അകത്ത് കെട്ടിവെച്ചേക്കുന്ന ആ ഒരു സീരിയൽ കില്ലറില്ലേ, ഇയാൾ വിളിച്ചു പറയും, അത് നിന്റെ കൂട്ടുകാരി തന്നെയാണോ? അവൾ എപ്പോഴും നിന്നോട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ പോലല്ല അവൾ ചിന്തിക്കുന്നത്. അവൾക്ക് നിന്നെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. നിന്നെ അവൾ വെറും പുഴുവായിട്ടാണ് കാണുന്നത്. നിന്നെ വെറുതെ കൂടെ കൊണ്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരിയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയാണ് ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം കിട്ടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതിനാദ്യം നീ എന്ത് ചെയ്യണം? എന്നെ അഴിച്ചുവിടണം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്ന് എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ കൂട്ടുകാരി ചിരിക്കുകയാണ്. അയാളെ പറ്റിച്ചതാണ്. അവൾക്ക് മനസ്സിലൊരു പാളലൊന്നും വന്നിട്ടില്ല. സാഡിനെയും കൂട്ടുകാരിനെയും തെറ്റിക്കാൻ നോക്കിയിട്ട് സീരിയൽ കില്ലറിന് നടന്നില്ല. സീരിയൽ കില്ലർ ചമ്മിപ്പോവാണ്. അയാളെ അഴിച്ചു വിടുന്നതുമില്ല. ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടാണ്. ആരൊക്കെ? സാഡിയും കൂട്ടുകാരിയും. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ തെറ്റിക്കാനായിട്ട് കഴിയില്ല. ഈ നേരം ജോർദാൻ ആണെങ്കിൽ അവന്റെ അച്ഛനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അച്ഛനോട് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, സാഡിയും കൂട്ടുകാരിയും പറയുന്നതൊന്ന് കേൾക്ക്, ഏതൊക്കെയോ സീരിയൽ കില്ലേഴ്സ് ഇവിടെ ഇറങ്ങി നടപ്പുണ്ടെന്ന്. എന്നാൽ അച്ഛൻ അത് വിശ്വസിക്കുന്നില്ല. ഷെരീഫ് അത് വിശ്വസിക്കുന്നില്ല. അച്ഛൻ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാമോ, ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചിട്ട് അച്ഛനെയും വിളിച്ച് അച്ഛന്റെ റൂമിൽ വരും. അച്ഛൻ അവനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ആൾക്കാർ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ പാടില്ല എന്ന്. അച്ഛന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ അച്ഛൻ പോവാണ്. ഈ അച്ഛൻ പോയ ഉടനെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അച്ഛന്റെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ പെൻഡ്രൈവ് കുത്തിയിട്ട് ആ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തൊക്കെയോ അടിച്ചു മാറ്റുന്നുണ്ട്. അത് നമുക്ക് മുമ്പോട്ടുമ്പോൾ മനസ്സിലാക്കാം എന്താണ് അടിച്ചു മാറ്റിയെന്ന്. കട്ട് ചെയ്താൽ ആ ഒരു വലിയ മനുഷ്യനായിട്ടുള്ള ഫയർ ഫൈറ്ററിനെ കാണിക്കുകയാണെങ്കിൽ പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ട്രെയിനറും കൂടെ ജിമ്മിൽ നിൽക്കുകയാണ്. ട്രെയിനർ ഇയാളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് കാറിന്റെ അവിടെ വരുമ്പോൾ വേറൊരു കാർ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാറിൽ തന്നെ സാഡിയും കൂട്ടുകാരിയും ഉണ്ട്. അയാളെ തട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. മറ്റേ ട്രെയിനർ അവിടെ നിന്ന് പോയ ഉടനെ കൂട്ടുകാരി ഇറങ്ങും. ഞാൻ പോയി തട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സാഡി പോകുന്നില്ല. സാഡി ഇവിടെ കാവല് നിൽക്കുകയാണ്. പിന്നീട് കൂട്ടുകാരി ജിമ്മിന്റെ അകത്ത് കയറി ചെല്ലും. ഇപ്പൊ ജിം അടയ്ക്കാനായിട്ട് സമയമായിട്ടുണ്ട്. ഈ പാതിരാത്രി എന്തിനാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്? അങ്ങനെ ആ ഫയർ ഫൈറ്ററിനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവള് വന്നേക്കുന്നത്. അവളുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഊരിയിട്ടിട്ട് അയാളെ സെഡ്യൂസ് ചെയ്യുന്നത് പോലെ. എന്നാൽ അയാൾ സെഡ്യൂസ് ആവുന്നൊന്നുമില്ല. ഇങ്ങനെ സംസാരിച്ച് അയാളുടെ ബോട്ടിലിരിക്കുന്ന വെള്ളം തറയെ തട്ടിയിടും. കാല് വെച്ച് മനഃപൂർവ്വം തട്ടിയിട്ടാണ്. അയ്യോ അറിയാതെ തട്ടിയിട്ടാണ്, ഞാൻ ഇപ്പം വെള്ളം എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവള് വെള്ളം എടുക്കാനായിട്ട് പോകും. ഈ വെള്ളം എടുക്കുന്ന സമയത്ത് അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ വെള്ളത്തിനകത്ത് എന്തോ ഒരു സംഭവം കലക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, പക്ഷെ അത് കലക്കുന്നുണ്ട്. അത് കുടിച്ച് അവന്റെ ബോധവും പോകും. ഈ നേരം സാഡി പുറത്താണല്ലോ. അവളുടെ ഫോണിലോട്ട് ജോർദാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ 20 മിനിറ്റിലകം നിന്റെ വീട്ടിൽ വരുമെന്ന്. ഇപ്പൊ ഇവർക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ കാര്യം തീർക്കണം. സാഡി വീട്ടിലില്ലെങ്കിൽ ജോർദാന് ഡൗട്ട് തോന്നത്തില്ലേ? അതുകൊണ്ട് തന്നെ സാഡി നേരെ ജിമ്മിൽ കയറി ചെല്ലും. ഈ സാഡി കയറി വരുന്ന ശബ്ദം കേട്ടിട്ട് ഫയർ ഫൈറ്ററിന് എന്തോ ഡൗട്ട്
തോന്നിയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് പോയി നോക്കും എന്തെങ്കിലും ഉണ്ടോന്ന്. എന്നാൽ ഇത് സാഡിയുടെ വെറും പ്ലാൻ മാത്രമായിരുന്നു. സാഡി ആ സമയം കൊണ്ട് കൂട്ടുകാരിനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞു. കൂട്ടുകാരിയോട് പറയും കുറച്ച് സമയമുള്ളൂ, അതിനുള്ളിൽ എല്ലാം തീർക്കണമെന്ന്. എന്നാൽ ആ ഒരു വെള്ളം കുടിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ സാഡി അതിന് സമ്മതിച്ചില്ല. അവൾക്ക് സമയം തികയാത്തത് കൊണ്ട് തന്നെ അവൾ വന്നു. അതേ നേരം അങ്ങോട്ട് ഫയർ ഫൈറ്റർ വരുവാണ്. സാഡി ഒളിച്ചിരിക്കുമല്ലേ. ഫയർ ഫൈറ്റർ വന്ന ഉടനെ അവൾ വെള്ളം എടുത്ത് കൊടുക്കും അവന് കുടിക്കാനായിട്ട്. അവന് നല്ല ദാഹത്തിലാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു മരുന്നിട്ട വെള്ളം കുടിക്കും. പെട്ടെന്ന് തന്നെ അവന്റെ ബാക്കിൽ എന്തോ ഒരു കമ്പി എടുത്ത് ഈ സാഡി അടിയാണ്. ഇവന് മനസ്സിലായി ഈ സാഡിക്ക് ഭ്രാന്താണെന്ന്. സാഡിനെ തൂക്കിയെടുത്ത് അവിടുത്തെ കണ്ണാടിയിലോട്ട് എറിയും. സാഡി തെറിച്ചു പോയി വീഴുകയാണ്. പക്ഷെ കൂട്ടുകാരി വെറുതെ വിടത്തില്ല. കൂട്ടുകാരി കുരങ്ങന്മാരൊക്കെ വലിഞ്ഞു കയറത്തില്ല, അതേപോലെ അവന്റെ മുതുകത്ത് വലിഞ്ഞു കയറിയിട്ടുണ്ട്. കൂട്ടുകാരിയും വെറുതെ വിടത്തില്ല, വലിച്ചെറിഞ്ഞ് അവിടുത്തെ കണ്ണാടിയൊക്കെ പൊട്ടിക്കും. ഇതിന്റെ ഇടയിൽ തന്നെ സാഡി ഡമ്പലൊക്കെ പറക്കി ഇയാളെ എറിയുന്നുണ്ട്. ഇയാളുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. എന്നാൽ നല്ല വലിപ്പമുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ വലുതായിട്ട് ഏകുന്നൊന്നുമില്ല. പക്ഷെ അവർ രണ്ടുപേരും ആയതുകൊണ്ട് തന്നെ ഇയാളെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇയാളെ വലിയൊരു ബാർബൽ എടുത്തോണ്ട് വന്നിട്ട് സാഡി അടിക്കും. പക്ഷെ ഇയാൾ അത് പിടിച്ചു മാറ്റിയിട്ട് സാഡിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് നോക്കുകയാണ്. അത്രയും ദേഷ്യമായിട്ടുണ്ട്. ഇയാളെ ഡമ്പലൊക്കെ വെച്ച് അടിച്ചതല്ലേ, അപ്പൊ ദേഷ്യം വരത്തില്ലേ. അങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ സാഡിയുടെ കയ്യിൽ എന്തോ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് അയാളുടെ നെഞ്ചത്ത് തന്നെ കുത്തിക്കയറ്റും. അയാൾ മരിക്കുന്നില്ല, എന്നാലും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ കൂട്ടുകാരി പിന്നീന്ന് വന്ന് വേറൊരു ഡമ്പൽ എടുത്ത് ഇയാൾ അടിച്ച് തറയിലിടും. അവിടുത്തെ ഒരു ബെഞ്ചിൽ പോയി വീഴും. അതിന്റെ മണ്ടയിൽ തന്നെ വലിയൊരു ഡമ്പൽ ഉണ്ടായിരുന്നു, ഒരു 100 കിലോ ഉള്ള ഡമ്പൽ. അതിന്റെ സ്ക്രൂ വലിച്ചു വരുമ്പോൾ ആ ഡമ്പൽ വന്ന് ഇയാളുടെ തലയിൽ വീണ് തല രണ്ടായിട്ട് പിളർന്നു പോവാണ്. ഇതൊക്കെ കണ്ട് ഒരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ അവർ വഴക്ക് കൂടും. കാരണം ഇത് സ്മൂത്ത് ആയിട്ട് ചെയ്യേണ്ട ജോലിയായിരുന്നു, എന്നാൽ സാഡി വന്നത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്. അതുപോലെ തന്നെ അവർക്ക് സമയമായിട്ടുണ്ട്. ജോർദാൻ വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങും. ജോർദാൻ ഈ സമയം കൊണ്ട് കാർ എടുത്ത് സാഡിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. സാഡി ജസ്റ്റ് മിസ്സിനാണ് ഇവൻ വരണേ മുമ്പ് വീട്ടിൽ കയറിയത്. ജോർദാൻ വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പോൾ അവൾ സാധാരണ പോലെ ഇറങ്ങി വരും. ഞാൻ ഇവിടെ ഉണ്ട്, എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എവളെയും വിളിച്ച് അകത്തോട്ട് വരും. ഇവൻ അവന്റെ അച്ഛന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറച്ച് ഫയലൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ആ ഒരു മർഡർ ഇല്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഫയലാണ് കോപ്പി ചെയ്തെടുത്തേക്കുന്നത്. അത് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കും. അവൾക്ക് ആ ഫയലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അവൻ പതി അവളെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവൾ കാര്യം മാറ്റും. അത് നോക്കി അതിനകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവനെ അവളെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ്, പക്ഷേ അവൾ അവനെ അടുപ്പിക്കുന്നില്ല. അടുപ്പിക്കാതെയാണ് നല്ലത്. അവളൊരു സൈക്കോ കില്ലറാണ്. നീ അവനെ കൊന്നു കളഞ്ഞാലോ. പിറ്റേ ദിവസം ട്രെയിനർ ജിമ്മിൽ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഈ ഒരു മൃഗീയമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ഇത് അറിഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരി കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ ഭയങ്കര വിഷമത്തിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഇന്ന് സ്കൂളില്ല മോളെ, നീ വിഷമിക്കല്, ആ ഫയർ ഫൈറ്റർ മരിച്ചു എന്ന്. എന്നാൽ കൂട്ടുകാരി ഭയങ്കര അഭിനയം, അയ്യോ ഫയർ ഫൈറ്റർ മരിച്ചു പോയെന്ന്. അവള് വിഷമം അങ്ങ് അഭിനയിക്കുകയാണ്. ഈ അരുങ്കോല ചെയ്തിട്ട് അവൾ അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാർത്തയൊക്കെ സാഡി വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഒരു ഓറിയന്റേഷൻ ഉണ്ട്. രാത്രിയൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ എന്തോ ഒരു പ്രസംഗം കൊടുക്കുന്ന ഒരു ഓറിയന്റേഷൻ ഉണ്ട്. അതും ഭയങ്കര ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മേയർ, ഷെരീഫ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടിയിരുന്നുള്ള ഒരു മീറ്റിംഗ്. അതിൽ ഈ സാധാരണപ്പെട്ട ജനങ്ങൾ ചെല്ലണം. അങ്ങനെ സാഡിയും കൂട്ടുകാരിയും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും, എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും അവരെല്ലാവരും ഒരു ഹാളിൽ കൂടും. സ്കൂളിലെ ഒരു ഹാളിൽ അവിടെ തന്നെ മേയർ വന്നിട്ടുണ്ട്. മേയർ വന്ന് പ്രസംഗം കൊടുക്കും. പിന്നെ ഷെരീഫിന്റെ പ്രസംഗമാണ്. ഷെരീഫ് പറയും, ഇത് പേടിക്കാനൊന്നുമില്ല, നമുക്കെല്ലാം അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയം കൂട്ടുകാരി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവളുടെ ഫോൺ എടുത്തിട്ട് എന്തോ ഒരു സംഭവം ചെയ്യും. അത് ചെയ്തതോടെ ബാക്കിയുള്ള എല്ലാവരുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് തുടങ്ങും. വേറൊന്നുമല്ല, നോട്ടിഫിക്കേഷനിൽ ആ മരിച്ചുപോയ അവന്റെ ഫോട്ടോയാണ്, അവന്റെ തല പിളർന്ന് കിടക്കുന്ന ഫോട്ടോ. എല്ലാവരും ഇത് കണ്ട ഉടനെ പേടിക്കാനായിട്ട് തുടങ്ങും. ഷെരീഫിനെ തള്ളി പറയാനായിട്ട് തുടങ്ങും. നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ഇവിടെ സീരിയൽ കില്ലിങ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചാടി എണീറ്റ് പ്രതിഷേധിക്കും. ഇപ്പം ഷെരീഫിന്റെ ഭാഗത്ത് നിന്ന് മേയർ വരെ ഷെരീഫിനെ തള്ളി മാറ്റിയിട്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടി കുട്ടികളുടെ കൂടെ ചേരുകയാണ്. ഇവര് പിന്നെ അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യും മേയർ എന്ന് പറയുമ്പോൾ, ആൾക്കാരെ വെറുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ കൂടെ അങ്ങ് ചേർന്നു. അന്ന് രാത്രി എല്ലാവരും കൂടെ നടന്ന് ഒരു റാലി നടത്തുകയാണ്. അതിന് മെയിൻ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് മേയറാണ്. മേയർ വിളിച്ചൊക്കെ പറയുന്നുണ്ട്, ആ സീരിയൽ കില്ലറിന് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാണെന്ന്. അങ്ങനെ റാലി നടത്താണ്. ആദ്യമൊക്കെ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നെങ്കിലും നടന്ന് ക്ഷീണിച്ചു. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സാഡിയും കൂട്ടുകാരിയും വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ വലുതായി. കാരണം ഈ സീരിയൽ കില്ലിംഗ് ഒക്കെ നടന്നു തുടങ്ങിയതിന് ശേഷം ഈ നേരം ജോർദാൻ ആണെങ്കിൽ സ്കൂളിൽ ആരും അറിയാതെ കയറിയിട്ടുണ്ട്. എന്നിട്ട് കൂട്ടുകാരിയുടെ ഫയല് പരിശോധിക്കുകയാണ്. ഇന്ന് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവള് ആ മൊബൈലിൽ ഞെക്കിയ സമയത്ത് എല്ലാവരുടെ ഫോണിലോട്ടും മെസ്സേജ് വരുന്നതായിട്ട്. അത് കണ്ടിട്ട് അവന് ഡൗട്ട് അടിച്ചു. വീണ്ടും ഈ റാലി നടത്താൻ പോയ ടീംസിനെ കാണിക്കുവാണെങ്കിൽ അവർ നടന്നു പോകുമ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടും എല്ലാവരും. മറ്റൊന്നുമല്ല, ആ മേയറിനെ ഒരു കമ്പിക്കകത്ത് തൂക്കിയിട്ടേക്കുന്നു, അത് കുത്തി നിർത്തിയിരിക്കുന്നു. ഇത് കണ്ട് ബാക്കിയുള്ള ആൾക്കാർ ആകെ ഞെട്ടിപ്പോവും. ഒരു സീരിയൽ കില്ലർ ഇറങ്ങി കൊന്നതാണ്, പക്ഷെ കൊന്നത് സാഡിയോ കൂട്ടുകാരിയോ അല്ല, ഇവര് പിടിച്ച് കെട്ടിവെച്ച് ആ സീരിയൽ കില്ലറാണ് കൊന്നേക്കുന്നത്. അയാൾ രക്ഷപ്പെട്ടു പോയി. സാഡിക്കും കൂട്ടുകാരിക്കും മനസ്സിലായി. അവർ ഫോൺ എടുത്ത് ക്യാമറ പരിശോധിക്കുമ്പോൾ അത് കാണും അയാൾ അവിടെ ഇല്ല. ഇവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് സാഡിക്കും കൂട്ടുകാരിക്കും മനസ്സിലായി. പിറ്റേ ദിവസം സാഡിയും കൂട്ടുകാരിയും കൂടെ സ്കൂളിൽ വരും. ഇവരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ന്യൂസുകാരൊക്കെ വന്നിട്ടുണ്ട്. കാരണം
അവർ ഇത്രയും ഫേമസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരിയുടെ വീട്ടില് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, ന്യൂസുകാരാണ്. പേരൻസ് വിളിച്ച് കംപ്ലൈന്റ് പറയും, പക്ഷെ പേരൻസിനോട് പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല എന്നാണ് കൂട്ടുകാരി പറയുന്നത്. അതുപോലെ ഇവർ ആ സീരിയൽ കില്ലർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പിന്നീട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഷെരീഫിനെ വന്ന് കാണും. എന്നിട്ട് ഷെരീഫിനോട് പറയും, നമുക്ക് രണ്ടുപേർക്ക് പ്രൊട്ടക്ഷൻ വേണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. പക്ഷെ അവരൊക്കെ ഭയങ്കര ധിക്കാരികളല്ലായിരുന്നു. ഷെരീഫ് തരത്തില്ല എന്ന് തന്നെ പറയും, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതിനുശേഷം അവർ ഭയങ്കര അഹങ്കാരത്തോടു കൂടി ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ സമയമെല്ലാം ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. ടീച്ചറിന് ഇത് സഹിക്കത്തില്ല. ഫോൺ ഓഫാക്കി വയ്ക്കാൻ പറയുമ്പോൾ ഇവർ കേൾക്കുന്നില്ല. ഇൻ കേസ് ഇനി സൈക്കോ കില്ലർ വന്നിട്ട് എമർജൻസിക്ക് ഫോൺ വിളിക്കണമെങ്കിലോ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ടീച്ചർ അത് ഓഫാക്കി വയ്ക്കാൻ പറയും. ഇവർക്കത് സഹിക്കത്തില്ല. ആർക്ക്? സാഡിക്കും കൂട്ടായിരിക്കും. ഇതിന്റെ ഇടയിൽ ടീച്ചർ ഇവരെ കളിയാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയും. ഇവർ ചെയ്യുന്നത് ഒരുമാതിരി മനുഷ്യത്വമില്ലാത്ത പരിപാടിയാണ്. ഓരോ ആൾക്കാരുടെ മരണം വെച്ചിട്ടാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ അവർ വലുതാക്കുന്നത്. ഇപ്പൊ 100K എന്തോ ആയിട്ടുണ്ട്. അപ്പൊ പാരസൈറ്റിനെ പറ്റി ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങും. ഈ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയുടെ രക്തം വലിച്ചെടുത്തിട്ടല്ലേ ജീവിക്കുന്നത്, അതുപോലാണ് ഇവരും ജീവിക്കുന്നത്. ഒരാളുടെ മരണം വലിച്ചെടുത്ത് അതിനെ കണ്ടന്റ് ആക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഇത് പറയുമ്പോൾ സാഡിക്കും കൂട്ടുകാരിക്കും ഒട്ടും സഹിക്കാതെ രണ്ടുപേരും ക്ലാസ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ടീച്ചറിന് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇത്രയും മരണങ്ങൾ നടന്നിട്ട് ഇവരൊരു വിഷമവും ഇല്ലാതെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരാൾ മരിച്ചാൽ അതിന്റെ ഒരു ബഹുമാനം കൊടുക്കണ്ടേ, അതൊന്നും അവർ കൊടുക്കുന്നില്ല. ഭയങ്കര അഹങ്കാരമാണ് അവർ കാണിക്കുന്നത്. ഇതിനുശേഷം സാഡിയും കൂട്ടുകാരിയും അതുപോലെ തന്നെ ജോർദാനും കൂടിയിട്ടുണ്ട്. ജോർദാനോട് അച്ഛൻ പറഞ്ഞു, ഇനി തൊട്ട് നീ എഡിറ്റിങ്ങിലൊന്നും പോകണ്ട, എന്റെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ജോർദാൻ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂ. ഞാൻ ഇനി എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്സ് ഒക്കെ തിരിച്ചുതരാന്ന് പറയുമ്പോൾ കൂട്ടുകാരി വഴക്കുണ്ടാക്കും. കൂട്ടുകാരിക്ക് അവനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ജോർദാന്റെ അമ്മയെ കുറിച്ചൊക്കെ അവള് പറയുന്നുണ്ട്. ജോർദാന്റെ അമ്മ ആക്സിഡന്റ് ആയി മരിച്ചു പോയതാണെന്നൊക്കെ. എന്നിട്ട് പോലും ഷെരീഫ് ഒന്നും ചെയ്തില്ല, അവന്റെ അച്ഛൻ അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവന് നല്ല വിഷമാവുന്നുണ്ട്. പക്ഷെ സാഡി ഇത്ര കൂടെ മനുഷ്യത്തുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കൂട്ടുകാരി വഴക്കിട്ട് എണീറ്റ് പോകുന്ന സമയത്ത് ജോർദാൻ അവളുടെ ആ ഒരു ഫോണില്ലേ, അവള് ഞെക്കിയ സമയത്ത് എല്ലാവർക്കും മെസ്സേജ് പോയ ആ ഒരു ഫോൺ അത് നൈസിനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അവൾ അറിയാതെ തന്നെ. ജോർദാന് മൊത്തം ഡൗട്ട് ഈ ഒരു കൂട്ടുകാരിനെയാണ്. കാരണം അവൾ കണ്ടതാണ് നേരിട്ട്. അവള് ഫോണിൽ എന്തോ ചെയ്ത സമയത്ത് എല്ലാവരുടെ ഫോണിലോട്ട് മെസ്സേജ് പോകുന്നതായിട്ട്. അന്ന് രാത്രി സാഡിയും കൂട്ടുകാരിയും കൂടെ ഒരു റൂമിൽ കൂടും. സാഡിയുടെ റൂമിൽ തന്നെ ആ സമയം അച്ഛൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അയാൾ എന്തോ പുറത്തോട്ട് പോകുന്ന കാര്യം പറയാനായിട്ട് വന്നതാണ്. അയാൾ പോയ ഉടനെ ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങും. കൂട്ടുകാരിക്ക് ഇപ്പൊ തന്നെ ജോർദാനെ കൊല്ലണം, അവള് പോയി കൊന്നിട്ട് വരാന്ന് പറയുമ്പോൾ സാഡി സമ്മതിക്കത്തില്ല. അവൻ എന്റെ കൂട്ടുകാരനാണ്, എന്നാ പിന്നെ ഞാൻ പോയി കൊല്ലുമെന്ന്. ഇവർ രണ്ടുപേരും മനസാക്ഷി ഇല്ലാത്ത രണ്ട് പെൺപിള്ളേരാണ്. അതുകൊണ്ട് തന്നെ സാഡി തീരുമാനിക്കും അവള് പോയി അവനെ കൊല്ലാന്ന്. ഈ നേരം നമ്മുടെ ജോർദാനും അവന്റെ അച്ഛനും കൂടെ വീട്ടിലുണ്ട്. ഇന്ന് ഷെരീഫ് ജോലിക്ക് പോകുന്നില്ല, മോന്റെ കൂടെ സമയം പങ്കിടാന്ന് വെച്ചു. അങ്ങനെ എങ്ങനെയാ സമയം പങ്കിടുന്നത്? ഷെരീഫ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ ജോർദാൻ ഉറങ്ങിയിട്ടില്ല, അവന് ഉറക്കമൊന്നും വരുന്നില്ല. അവന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. അയച്ചത് സാഡിയാണ്. അവൾ അവന്റെ വീട്ടിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമാണ്, അവള് പിന്നിലുണ്ട്. അവളെ വിളിച്ച് അവന്റെ റൂമിൽ ചെല്ലും. അവിടെ വെച്ച് അവർ രണ്ടുപേരും സംസാരിക്കും. ഒരു സൈഡിൽ ഇരുന്നിട്ട് അവളോട് അവൻ പറയും, കൂട്ടുകാരിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഞാൻ സ്കൂളിൽ ചാടിയിട്ട് അവളുടെ ഫയലൊക്കെ പരിശോധിച്ച് നോക്കിയായിരുന്നു, അതിൽ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൾ അത്ര നല്ല കുട്ടിയൊന്നുമല്ല, ഒരു തനി റെഡ് ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ആക്സിഡന്റിനെ പറ്റി അവൾക്ക് എങ്ങനെ അറിയാം? എല്ലാരും വിശ്വസിച്ചിരുന്നത് അതൊരു ആക്സിഡന്റ് ആണെന്നാണ്. പക്ഷെ അവള് പറഞ്ഞത് അതൊരു മർഡർ ആണ്, ആരോ കൊന്നതാണെന്നാണ്. അത് എന്റെ അച്ഛനും എനിക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതെങ്ങനെ അവൾക്കറിയാം? അതിലെന്തോ ഒരു പ്രശ്നമില്ലേ? അതുപോലെ തന്നെ ഞാൻ കണ്ടതാണ്, ആ ഫോൺ എടുത്ത് അവൾ മെസ്സേജ് അയച്ച സമയത്താണ് എല്ലാവരുടെ ഫോണിലോട്ടും മെസ്സേജ് പോയത്. അപ്പൊ അതിലെന്തോ പ്രശ്നമില്ലെന്ന് സാഡിയോട് ചോദിക്കുമ്പോൾ സാഡി പറയും, നിനക്ക് തോന്നിയതാണ്, എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ടല്ലോ, അപ്പൊ നിനക്കത് കണ്ടപ്പോൾ തോന്നിയതായിരിക്കുമെന്ന്. ഈ സമയമാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. സാഡിയുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അത് യവനെ കുത്താനായിട്ടാണ്. പക്ഷെ യവനാണെങ്കിൽ സംസാരിച്ച് എവളുടെ ഭാഗത്ത് അങ്ങ് ചേരും. നീ നല്ലൊരു പെൺകുട്ടിയാണ്, നിന്റെ കൂട്ടുകാരെ നിന്റെ കൂടെ നിന്ന് ചതിക്കുന്നതാണ്, അവളുടെ കൂടെ പോയി ഒരിക്കലും വഴി തെറ്റാൻ പാടില്ല, അതെനിക്ക് സഹിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾ അവനോട് ഇഷ്ടം തോന്നിയിട്ട് അവനെ കയറി കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സംസാരിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുകാരി കാറിലിരുന്ന് കേൾക്കുന്നുണ്ട്. ഒരു മൈക്രോഫോണുമായിട്ടാണ് മണ്ടലോട്ട് കയറിപ്പോയത്. അങ്ങനെ അവർ കിസ് ചെയ്യുന്ന സമയത്ത് ഡോറിൽ ആരോ കൊട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോർദാൻ പേടിച്ചു പോകും. കാരണം അവന്റെ അച്ഛനാന്ന് വിചാരിക്കും. അച്ഛൻ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ. അച്ഛൻ അറിഞ്ഞാൽ ഭയങ്കര വഴക്കാവും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പെൺപിള്ളാരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്ന്. ഇപ്പൊ ഡോറി കൊട്ടിയ ഉടനെ ചാടി കട്ടിലിന്റെ അടിയിൽ കയറി വിളിക്കും. അവനാണെങ്കിൽ പെട്ടെന്ന് നിന്ന് ഡോറ് തുറക്കും. എന്നാൽ ഡോറ് തുറന്നു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, സീരിയൽ കില്ലറാണ്. അവൻ മുഖംമൂടിയൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അവൻ ഒറ്റ കുത്താണ് അവന്റെ നെഞ്ചത്തൊരു കത്തിയെടുത്ത്. അവിടെ തന്നെ അവൻ ബോധം കെട്ടു വീണു. പക്ഷെ സാഡി വിടില്ല. സാഡി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും, സീരിയൽ കില്ലറുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് അവന്റെ നെഞ്ചത്ത് ബുള്ളറ്റ് വന്ന് കയറാണ്. അത് ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, ഷെരീഫ് തന്നെയാണ്. ഈ ബഹളമൊക്കെ കേട്ട് ഷെരീഫ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. യവൻ ഈ വെടിയും കൊണ്ടിട്ട് ആ രണ്ടാമത്തെ നിലയുടെ മണ്ടയിൽ നിന്ന് താഴെ എടുത്ത് ചാടും, ജനലും പൊളിച്ചിട്ട്. ഷെരീഫ് വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ നോടി രക്ഷപ്പെട്ടു, അവനെ കിട്ടിയിട്ടില്ല. പിന്നീട് ഇയാള് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആ പാവപ്പെട്ട പയ്യനാണെങ്കിൽ അവിടെ കുത്തുകൊണ്ട് പെടഞ്ഞു കിടക്കുകയാണ്. ചാടിയും പിന്നാലെ ചെല്ലും. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ജോർദാനാണ് ഉത്തരം പറയുന്നത്. അവളാണ് എന്നെ രക്ഷിച്ചത്,
രക്ഷിച്ചതെന്ന്. അവൾ പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിക്കും അവനെ കൊണ്ടുപോകാനായിട്ട്. അവന്റെ ഒരുപാട് രക്തം പോയിട്ടുണ്ട്, എന്നാൽ കുത്തു കൊണ്ടിട്ടുണ്ടെങ്കിലും മരണത്തിനായിട്ടുള്ള കുത്തൊന്നും കിട്ടിയിട്ടില്ല. ഈ നേരം കൂട്ടുകാരി ആകെ വിഷമിച്ച് അവിടെ നിപ്പോണ്ട്. ആ ഒരു സീരിയൽ കില്ലർ ഓടിപ്പോകുന്നതും കണ്ടുകൊണ്ട് സാഡി ചതിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സാഡി അന്നേരത്തെ ഒരു ഫീലിംഗില് അവനെ ഉമ്മ വെച്ചില്ലേ, അവനെ കൊല്ലാതെ, അതുകൊണ്ട് തന്നെ ആ വിഷമത്തിലാണ്. 2-3 ദിവസത്തിന് ശേഷം എല്ലാവരും സ്കൂളിൽ കൂടും. അന്ന് സാഡിക്ക് ഷെരീഫ് ഒരു അവാർഡ് കൊടുക്കുകയാണ് തന്റെ മോനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ. അതുമല്ല, അയാൾ കടപ്പെട്ടിട്ടുണ്ട് മോനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ. എല്ലാവരും അതിനുവേണ്ടി കൈയടിയാണ്. ഇതെല്ലാം കാണുന്ന കൂട്ടുകാരിക്ക് സഹിക്കില്ല. അവൾക്ക് കിട്ടേണ്ട ആ ഒരു റിവാർഡാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇതെല്ലാം അവൾക്കൂടെ കിട്ടേണ്ടതായിരുന്നു. അന്നേ ആ സീരിയൽ കില്ലർ പറഞ്ഞതാണ് അവള് നിന്നെ പറ്റിക്കാണ്, അവള് നിന്റെ ഭാഗം നിൽക്കത്തില്ല എന്ന്. അതുപോലെ തന്നെ സാഡിനെ സ്കൂൾ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവള് സ്കൂളിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന് ഉള്ള എന്തൊക്കെയോ കാര്യങ്ങൾ റെഡിയാക്കാണ്. അങ്ങോട്ട് ഈ കൂട്ടുകാരി വന്ന് വഴക്കുണ്ടാക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നല്ല വഴക്കാവുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുകയാണ്. അതും ഈ കില്ലിങ്ങിനെ പറ്റിയൊക്കെ പറയാനായിട്ട് വരുന്നുണ്ട്, പക്ഷെ വരുന്നില്ല, ഇത്ര ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ കുറെ ദിവസം കൂട്ടുകാരിയും സാഡിയായിട്ട് പിണക്കത്തിലായി പോയി. ഇപ്പൊ സീരിയൽ കില്ലിംഗ് ഒന്നും ഇല്ല, ആരെ കൊല്ലുന്നുമില്ല. സാഡി ഇപ്പൊ സ്കൂളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവളിപ്പോ ഡാൻസ് കളിക്കുന്നുണ്ട്, എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. കൂട്ടുകാരിയായിട്ട് വലിയ കൂട്ടുമില്ല. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇവരുടെ ആ ഒരു ഫെയർവെല്ല് വരികയാണ്. അതുപോലെ തന്നെ അവളെ വിളിക്കാനായിട്ട് വരുന്നത് ജോർദാനാണ്. ജോർദാൻ വന്ന് അവളുടെ വീട്ടിൽ കോണിംഗ് ബെൽ അടിക്കും. അവളുടെ അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട്. അച്ഛനോട് പറയും ഞാനാണ് ജോർദാൻ, ഷെരീഫിന്റെ മോനാണെന്ന്. പക്ഷെ ഇയാൾ പണ്ട് അവനെ അടിച്ചു പിടിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പൊ ആ വൈരാഗ്യമൊന്നുമില്ല, പക്ഷെ നല്ല രൂക്ഷമായിട്ട് അവനെ നോക്കി നിൽക്കുകയാണ്. സാഡി പുറത്തോട്ട് ഇറങ്ങി വരും. എന്തായാലും ജോർദാൻ ചോദിക്കും ഒരു ഫോട്ടോ എടുത്ത് തരുമെന്ന്. അങ്ങനെ അച്ഛൻ്റെ ഫോൺ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അറിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സെൽഫി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അവർ പോകുന്നവരെ ഇയാൾ നല്ല രൂക്ഷമായിട്ട് നോക്കി നിന്നെങ്കിൽ അവർ പോയതിനു ശേഷം ഇയാൾ ചിരിച്ചുകൊണ്ടാണ് അകത്തോട്ട് കയറി പോകുന്നത്. അവൻ നല്ല പയ്യനാണെന്ന് ഇയാൾക്ക് അറിയാം, പക്ഷെ മോളൊരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടെ കാർ എടുത്തിട്ട് പോകും. ജോർദാന്റെ ഒരു പഴയ കാറാണ്, അതിന്റെ ഗിയർ ഒന്നും വീഴുന്നില്ല. എന്തായാലും അതെടുത്തോണ്ട് പോകും. ഈ നേരം കൂട്ടുകാരിനെ കാണിക്കുകയാണെങ്കിൽ അവള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പേരൻസ് ഒക്കെ ഇത് കണ്ട് ഭയങ്കര അഭിമാനപ്പെടുകയാണ്. അങ്ങനെ ഇവള് പോവാനുള്ള കാറിൽ വന്ന് കയറും. ആ കാറിന്റെ ഡ്രൈവർ മറ്റാരുമല്ല, അത് ആ ഒരു സീരിയൽ കില്ലറാണ്. സീരിയൽ കില്ലറിന്റെ ഭാഗത്ത് ഈ ഒരു പെൺകുട്ടി ചേർന്നിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലാനായിട്ട്. സാഡിയായിട്ട് പിണക്കത്തിലായല്ലോ, അതുകൊണ്ട് തന്നെ സാഡിനെ കൊല്ലാനുള്ള പ്ലാൻ ആയിരിക്കും, അറിയില്ല. അങ്ങനെ എല്ലാരും കൂടെ ആ ഒരു പാർട്ടിയിൽ കൂടും. സാഡി അവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് വരുന്നുണ്ട്. ആ സമയം ടീച്ചർ അങ്ങോട്ട് വന്നിട്ട് സാഡിയെ നല്ല രീതിയിൽ പുകഴ്ത്താണ്. അവൾക്കൊരു സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അവള് ഈ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. പണ്ട് ടീച്ചറിനോട് നല്ല വൈരാഗ്യമായിരുന്നെങ്കിൽ ടീച്ചർ ഇപ്പൊ ഇതൊക്കെ മറന്നിട്ട് നല്ലൊരു കുട്ടിയാന്ന് അവളോട് പറഞ്ഞിട്ട് പോകും. പിന്നീട് സാഡിയും ജോർദാനും കൂടെ ഒരു സൈഡിൽ ഇരിക്കുകയാണ്. ആ സമയം സ്റ്റേജിൽ വിളിച്ചു പറയും ഈ വർഷത്തെ രാജാവും രാജ്ഞി അത് മറ്റാരുമല്ല ജോർദാനും സാഡിയാണെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡാൻസ് പ്രകടനമൊക്കെ ഉണ്ട്. അവർ പോയി ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. ഈ നേരം ടീച്ചർ ആണെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ടുണ്ട് ടീച്ചറിന് ഒരു സിഗരറ്റ് വലിക്കാനായിട്ട്. അപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ 2 പിള്ളേര് അവിടെ നിന്ന് ഉമ്മ വയ്ക്കുന്നു. ടീച്ചർ അവരെയും വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും സിഗരറ്റ് വലിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ടീച്ചറെ സുഖമല്ലേ എന്നൊരു വിളി. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല കൂട്ടുകാരിയാണ്. കൂട്ടുകാരിക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് ടീച്ചറിനോട് പറയും. ടീച്ചർ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ട് ടീച്ചർ പേടിച്ച് പോവാണ്. കാരണം അവന്റെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും സീരിയൽ കില്ലേഴ്സ് എന്ന് ടീച്ചറിന് മനസ്സിലായി. ടീച്ചർ ഓടി വാതിലിന്റെ അവിടെ കൊട്ടി അകത്തോട്ട് കയറാനായിട്ട് നോക്കുമെങ്കിലും നടക്കില്ല, ഡോറ് പൂട്ടിയൊക്കെയാണ്. ഈ നേരം കൂട്ടുകാരി അടുത്തോട്ട് വന്ന് കത്തി എടുത്ത് ടീച്ചറിന്റെ വയറിൽ ഒറ്റ കുത്താണ്. ആ കുത്തിൽ ടീച്ചറിന്റെ കാര്യത്തിൽ തീരുമാനമായി. മരിക്കുന്നില്ല, തളർന്നു പോയിട്ടുണ്ട്. വീണ്ടും കത്തി എടുത്ത് ടീച്ചറിന്റെ കഴുത്തിൽ ഒറ്റ അറുപ്പാണ്. ആ അറുപ്പിൽ ടീച്ചർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഴുത്തിൽ നിന്ന് രക്തമൊക്കെ കുടുകുടാന്ന് പറഞ്ഞ് ചീറ്റുന്നുണ്ട്. പക്ഷേ അത് കൂട്ടുകാരിയുടെ ഡ്രസ്സിലൊന്നും ആയിട്ടില്ല. ഈ നേരം സാഡിയും ജോർദാനും ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ജോർദാൻ അവന്റെ കൂട്ടുകാരത്തൊക്കെ സംസാരിക്കുകയാണ്. സാഡിനെ ശ്രദ്ധിക്കുന്നില്ല. സാഡി ആ സമയം അവളുടെ ഫോൺ എടുത്ത് കൂട്ടുകാരിക്ക് മെസ്സേജ് അയക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് മെസ്സേജ് പോകുന്നില്ല, അവൾ കാണുന്നില്ല. ആ സമയം കൂട്ടുകാരി ദൂരെ നിൽക്കുന്നതായിട്ട് കാണാം. അങ്ങനെ അവളെ പിന്നാലെ പോവാൻ നിൽക്കുമ്പോൾ മറ്റേ ആ കണ്ണാടി വെച്ച കൂട്ടുകാരി ഉണ്ടല്ലോ, ആ കൂട്ടുകാരി ഒന്ന് സാഡിനെ കെട്ടിപ്പിടിക്കും, നീ അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്രാവശ്യം സാഡി നല്ല ദേഷ്യപ്പെട്ട് അവളെ തള്ളി മാറ്റിയിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയ കൂട്ടുകാരിയുടെ പിന്നാലെ പോകും. കണ്ണാടി കൂട്ടുകാരിക്ക് വിഷമായി കേട്ടോ, അവൾ അങ്ങനെ തള്ളി മാറ്റിയതുകൊണ്ട്. എന്തായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പാർട്ടി ആഘോഷിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ സാഡി കൂട്ടുകാരിനെ ഫോളോ ചെയ്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരി മുഖം മൂടിയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. സാഡിനെ കൊല്ലുമെന്ന് നോക്കിയാൽ ഇല്ല. സാഡിയോട് പറയാണ് എനിക്ക് എന്റെ പഴയ കൂട്ടുകാരിയെ വേണം, അവൾ എന്താ അടിപൊളിയായിരുന്നു, അന്ന് ആദ്യമായിട്ട് കൊല ചെയ്തത് ഓർമ്മയുണ്ടോ? പക്ഷേ സാഡി പറയും അതൊരു ആക്സിഡന്റ് അല്ലേന്ന്. എന്നാൽ അത് ആക്സിഡന്റ് അല്ല, ഒരു സംഭവമുണ്ട്. ഈ ജോർദാന്റെ അമ്മയെ കൊന്നത് മറ്റാരുമല്ല, കുട്ടികളായിട്ടുള്ള സാഡിയും അതുപോലെ തന്നെ കൂട്ടുകാരിയാണ്. അന്ന് ഈ ജോർദാന്റെ അമ്മ ഈ 2 പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാറിൽ വെച്ച് മുറുക്കി കൊന്നതാണ്, കഴുത്ത് മുറുക്കി കൊന്നതാണ്. പിന്നെ അതൊരു ആക്സിഡന്റ് ആയിട്ട് മാറ്റി ഇവർ രണ്ടുപേരും കൂടെ. അന്ന് തൊട്ടേ ഇവർ സൈക്കോകളായിരുന്നു, അതുപോലെ തന്നെ നല്ല കൂട്ടുകാരുമായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് സാഡിനെ പഴയതുപോലെ ആ സീരിയൽ കില്ലിങ്ങിലോട്ട് കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ അവൾ അടുക്കുന്നില്ല. പക്ഷെ ജോർദാൻ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ അവന്റെ അമ്മയെ കൊന്ന കാര്യമൊന്നും അറിയില്ല. എനിക്ക് എന്റെ കൂട്ടുകാരിനെ വേണം, അവളാണ് അടിപൊളി എന്ന് പറഞ്ഞ്
പറഞ്ഞ് കൂട്ടുകാരി അടുത്തോട്ട് വരും കത്തിയും പിടിച്ചിട്ട്. അതുമല്ല സാഡിനെ തീർക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നിലായിട്ട് തന്നെ ആ ഒരു വലിയ സീരിയൽ കില്ലറും ഉണ്ട്. ജോർദാന് മനസ്സിലായി ഇപ്പൊ സാഡിയുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും കൂടെ തീരുമാനമാക്കുമെന്ന്. പക്ഷെ ജോർദാൻ വിടില്ല. അവിടെ ഇരിക്കുന്ന ഒരു ഷെൽഫ് തട്ടി ആ ഒരു കില്ലറിന്റെ മണ്ടേ കൂടെ തള്ളിയിട്ടിട്ട് സാഡിനെയും വിളിച്ച് അവൻ എങ്ങനെയൊക്കെ ഏണി കയറി എവിടെ പോയി സ്റ്റക്കായിട്ട് നിൽക്കും. അതിന്റെ ഒരു തൊട്ട് മണ്ടഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അവർ കയറിപ്പോയി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ കൂട്ടുകാരി സീരിയൽ കില്ലറും കൂടെ മണ്ടയിലോട്ട് കയറി ചെല്ലും. അവിടെ വെച്ച് സാഡിനെ കൊല്ലാനായിട്ട് സീരിയൽ കില്ലർ പോവാണ്. എന്നാൽ കൂട്ടുകാരി വിളിച്ചു പറയും അവളെ കൊല്ലാൻ പാടില്ല എന്ന്. അയാൾ പറയും നീ എന്താ വിചാരിച്ച ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ പോവാണെന്നോ, നീ എന്നോട് ചെയ്തതെന്ന് ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് ഒറ്റ വീശാണ് അവളുടെ വയറിലോട്ട്. വയർ കീറി പോകുന്നുണ്ട്. പക്ഷെ അവൾ അതെങ്ങനെയൊക്കെ പൊത്തി പിടിച്ചിട്ട് അവളുടെ തോക്കെടുത്ത് സീരിയൽ കില്ലറിനെ ഷൂട്ട് ചെയ്ത് കൊന്നളയും. ഇതെല്ലാം കണ്ട് ജോർദാൻ ഞെട്ടി നിപ്പുണ്ട്. പക്ഷെ സാഡിയുടെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം പോലെ എന്റെ കൂട്ടുകാരി എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട് സാഡിയും അതുപോലെ തന്നെ കൂട്ടുകാരിയും വന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ജോർദാൻ വിടില്ല. സാഡിനെ പിടിച്ച് മാറ്റിയിട്ട് പറയും അവൾ ഒരാളെ കൊന്നു, നീ അവളായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്ന്. അതുമല്ല ജോർദാനും മനസ്സിലായി എന്തൊക്കെ കുറച്ച് കാര്യങ്ങളെ മനസ്സിലായിട്ടുള്ളൂ. നേരത്തെ ആ പറയുന്നത് വെച്ച് കൂട്ടുകാരി പറയുന്നത് വെച്ച് അവൻ വിചാരിച്ചിരിക്കുന്നത് കൂട്ടുകാരി ഒറ്റയ്ക്കാണ് അവന്റെ അമ്മേനെ കൊന്നേന്നാണ്. പക്ഷെ അങ്ങനല്ല, ഈ സാഡി കൂടെ ഉണ്ട്. അത് അവൻ അറിയത്തില്ല. ഇപ്പൊ അവളുടെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല, അതെനിക്ക് സഹിക്കത്തില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. സാഡിയും അതുപോലെ തന്നെ ജോർദാനും. ഇവള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഉമ്മ കൊടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവിടെ ഒരു കയറുണ്ടായിരുന്നു, അതെടുത്ത് അവന്റെ തലയിൽ കൂടെ ഇട്ട് അവനെ മണ്ടയിലോട്ട് കെട്ടിത്തൂക്കും. എന്തോ ഒരു മെഷീൻ വെച്ചിട്ടാണ്. അവൻ അവിടെ തന്നെ പെടഞ്ഞ് മരിച്ചു പോവാണ്. അവൻ ഈ മരിക്കുന്ന കാര്യം ഈ രണ്ടുപേരും കൂടെ മുഖം മൂടി വെച്ച് നോക്കി നിപ്പുണ്ട്. സാഡി ഒരിക്കലും മാറിയിട്ടില്ല. കുറച്ച് നാളത്തേക്ക് അവളുടെ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചതാണ് വലിയ എന്തോ ഒരു പ്ലാനിന് വേണ്ടിയിട്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ കൈയൊക്കെ പിടിച്ച് തുള്ളിച്ചാടി ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്ന് തീ വെക്കുകയാണ്. അതുമല്ല പുറത്തിറങ്ങി ആ ഒരു ഡോറ് പൂട്ടുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ പേടിച്ച് പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. കാരണം ഡോറ് പുറത്തുനിന്ന് ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടൊക്കെയാണ്. എല്ലാവരും അവിടെ തന്നെ വെന്ത് മരിക്കുന്നുണ്ട്. പിന്നീട് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും വരുമ്പോൾ എല്ലാ മനുഷ്യരും മരിച്ചുപോയി. പക്ഷേ കൂട്ടുകാരിയും അതുപോലെ തന്നെ സാഡിയും പുറത്തിരിപ്പുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഈ മോൻ മരിച്ച കാര്യം, അതായത് ജോർദാൻ മരിച്ച കാര്യം അറിഞ്ഞിട്ട് ഷെരീഫൊക്കെ വന്നിട്ടുണ്ട്. അയാൾ പൊട്ടിക്കരഞ്ഞിട്ടാണ് വരുന്നത്. ഇയാളുടെ ഈ കരച്ചിൽ ഈ രണ്ട് പെൺപിള്ളേരും ആസ്വദിക്കുന്നുണ്ട്. അത്രയും വലിയ സൈക്കോ കില്ലേഴ്സ് ആണ്. അതുപോലെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പൊ ഷെരീഫ് ആണെങ്കിൽ ആ ഒരു ജോലിയൊക്കെ കളഞ്ഞിട്ട് എന്തോ ഒരു ചാരിറ്റിയുടെ പിന്നാലെ നടക്കുകയാണ് മോന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ രണ്ട് പെൺപിള്ളേർ അവർ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുണ്ട്. ഇപ്പൊ വലിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നല്ല വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് പഠിക്കാനായിട്ട് കോളേജിൽ പോകാൻ പോവാണ്. ഇത്രയും നാൾ സ്കൂളിലായിരുന്നു പഠിച്ചത്, ഇനി കോളേജിൽ പോകാൻ പോവാണ്. അതും ദൂരമുള്ള സ്ഥലത്ത്. അച്ഛനും അമ്മയും ബായ് പറഞ്ഞ് ഈ രണ്ട് പെൺപിള്ളേരെ പറഞ്ഞു വിടുകയാണ്. അത് ഇനി എന്ത് തോന്നിയാസം കാണിക്കുമെന്ന് അറിയാൻ പാടില്ല, എത്ര പേരെ കൊല്ലുമെന്ന് അറിയാൻ പാടില്ല. രണ്ടുപേരും കൂടെ വ്ളോഗൊക്കെ എടുത്ത് സന്തോഷപ്പെട്ട് കാറിൽ പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തു. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമന്റിൽ പറയൂ. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ അതും പറയൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.